2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അതായത് കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ജീവൻ മരണ പോരാട്ടത്തിലാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ജനവികാരം മുതലാക്കാൻ കോൺഗ്രസ് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങുകയാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസുമായും ഇടതു പാർട്ടികളുമായും യാതൊരുവിധ സഖ്യത്തിനുമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. സഖ്യസാധ്യത തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവും തള്ളിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിൽ സന്ദർശിച്ച ശേഷം പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തൃണമൂൽ കോൺഗ്രസ് നിലവിൽ കോൺഗ്രസിന് 2 സീറ്റ് മാത്രമാണ് വാഗ്ദാനം ചെയ്തത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ബംഗാളിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിന്റെ രൂപരേഖയെക്കുറിച്ചുള്ള ചർച്ച നടന്നു. എല്ലാ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത്തവണ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം ദേശീയ നേതൃത്വത്തിന് നിലകൊള്ളുമെന്നും ഗുലാം മിർ അഹമ്മദ് വ്യക്തമാക്കി. അതായത് ഒരേ സമയം 3 രാഷ്ട്രീയ പാർട്ടികളെയാണ് വങ്കനാടിന്റെ മണ്ണിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ്, CPIM, BJP. മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ബംഗാളിലെ സ്ഥിതി. മമതാ ബാനർജി സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് സംസ്ഥാനത്തുള്ളത്. ഈ ജനവികാരം മുതലാക്കാൻ BJP അരയും തലയും മുറക്കി രംഗത്തുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി ബംഗാളിന്റെ അധികാരം പിടിക്കാനാണ് BJPയുടെ ശ്രമം. SIR ഉൾപ്പെടെ വ്യാപകമായ ക്രമക്കേടുകൾ ഭരണം പിടിക്കുന്നതിന്റെ ഭാഗമായി BJP നടത്തിയെന്ന ഭരണപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നു. നേരത്തെ 35 വർഷക്കാലം ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം അടക്കി ഭരിച്ച CPMന്റെ നില പരിതാപകരമാണ്. ബംഗാളിൽ തിരിച്ചുവരവിന് വേണ്ടി കൈകാലിട്ടടിക്കുകയാണ് CPM. അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും സഖ്യമാകുമെന്ന ചില ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അത്തരത്തിൽ ഒരു സഖ്യവുമില്ല. 2 പാർട്ടികളും വെവ്വേറെ മത്സരിക്കുമെന്ന ഇരു പാർട്ടി നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞു. 2016ലെയും 2021ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളുമായി ചേർന്ന സഖ്യത്തിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 2016ൽ 12.25% വോട്ട് വിഹിതത്തോടെ 44 സീറ്റുകൾ നേടിയെങ്കിലും 5 വർഷത്തിന് ശേഷം അത് 3% കുറഞ്ഞു. സഖ്യങ്ങളെ ആശ്രയിച്ചതിനാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സംസ്ഥാനത്ത് കോൺഗ്രസിന് സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കിയതായാണ് വിവരങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തീരുമാനം ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മതിയെന്നാണ് പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലൂടെ പാർട്ടി അടിസ്ഥാന തലത്തിൽ പുനരുജ്ജീവനത്തിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു. നേരത്തെ ഇടതുപക്ഷവുമായി ഒരുമിച്ച് മത്സരിച്ചാൽ ഇരു പാർട്ടികൾക്കും അതിന്റെ ഗുണം ലഭിക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറഞ്ഞിരുന്നെങ്കിലും CPMഉം വെവ്വേറെ തന്നെ മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണുള്ളത്. യുവാക്കളും യുവതിയും കർഷകരുമടക്കം ബംഗാളിൽ സമരരംഗത്തിറങ്ങി വങ്കനാടിന്റെ മണ്ണിൽ സമാനതകളില്ലാത്ത പോരാട്ടം മമതാ ബാനർജി സർക്കാരിനെ പിടിച്ചുലയ്ക്കുകയാണ്. അതിനൊപ്പമാണ് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച BJP ബംഗാൾ സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്നത്. ഇടതുപക്ഷവുമായുള്ള പാർട്ടി സഖ്യം ഫലം കണ്ടില്ലെന്ന് സമ്മതിച്ച ബംഗാൾ തിരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസ് നിരീക്ഷകൻ സുദീപ് റോയ് ബർമൻ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തതെന്നാണ് പറയുന്നത്. 2021ൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല, ഇനി മോശമാകാൻ കഴിയില്ല, അതിനാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെന്നും സുദീപ് ബർമൻ വ്യക്തമാക്കുന്നു. ഇടതുപക്ഷവുമായി ഇത്തവണ സഖ്യം ചേർന്ന് മത്സരിച്ചാൽ ഇരു പാർട്ടികൾക്കും അത് ഗുണം ചെയ്യില്ലെന്നാണ് CPM നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒരുപോലെ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളും ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും പറഞ്ഞു. എല്ലാ TMC വിരുദ്ധ BJP വിരുദ്ധ ശക്തികളും ഒന്നിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള TMC വിരുദ്ധ BJP വിരുദ്ധ ശക്തികൾ ഒന്നിച്ചാൽ അതിനുള്ള പ്രയാസം അവിടെ പാർട്ടികൾക്ക് കോൺഗ്രസിനും CPMനും താഴെത്തട്ടിൽ വളരാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികൾക്കും ചേർന്ന് ഒരു ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് സർക്കാർ ഉണ്ടാക്കിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വങ്കനാടിന്റെ മണ്ണിൽ മമതാ ബാനർജിയെ മുട്ടുകുത്തിക്കാൻ കോൺഗ്രസ് ഒറ്റയ്ക്ക് അംഗത്തിന് ഇറങ്ങുകയാണ്. ബംഗാളിന്റെ മണ്ണിൽ വർഷങ്ങൾക്ക് ശേഷം എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തി ഒറ്റയ്ക്ക് ബംഗാൾ പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം, ബംഗാളിലെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്.
മുൻ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ എപ്പോഴും പോർമുഖം തുറക്കുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇത്തവണ ബംഗാളിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും വിശ്വസിക്കുന്നത്.